എന്നും ബൈഡൻ. നമസ്കാരം, പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ഒരു നിർണായക തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. സർക്കാർ ഈ വിഷയത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതല്ലാതെ മുഴുവൻ പ്രതികളെയും ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും പകൽ വാർത്തയിൽ. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ പ്രതികൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഒരാൾ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ കൂടിയുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പൂക്കോട് വിഷയത്തിൽ സർക്കാർ മടിച്ചു നിൽക്കുമ്പോൾ നിർണായക നീക്കവുമായി ഗവർണർ. വെറ്ററിനറി സർവകലാശാല VC തെറിച്ചു. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിച്ചു. സിദ്ധാർത്ഥിന്റേത് കൊലപാതകമെന്ന് ഗവർണർ. സർവകലാശാലയിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം. സിദ്ധാർത്ഥിനെ രക്തസാക്ഷിയാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് CPM. വീടിന് സമീപത്തെ ബോർഡ് മാറ്റി. SFI കൊന്നതാണെന്ന ബോർഡ് ഉയർത്തി മറ്റ് സംഘടനകൾ. സിദ്ധാർത്ഥിനെതിരായ പരാതി SFIയുടെ ആസൂത്രിത ഗൂഢാലോചനയെന്ന് കുടുംബം. മർദ്ദകരിൽ പ്രധാനികളായ സിഞ്ചോയും കാശിനാഥനും പിടിയിൽ. സർക്കാർ ജീവനക്കാർ ഇനിയും കാത്തിരിക്കണം. ശമ്പളത്തിനും പെൻഷനും സർക്കാരിന് പണമില്ല. ഇന്നും ശമ്പളം മുടങ്ങി. സാങ്കേതികം മാത്രമെന്ന പതിവ് പല്ലവിയുമായി ധനമന്ത്രി. യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്തെന്ന് ഇനിയെങ്കിലും പറയണമെന്ന് പ്രതിപക്ഷം. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാധ്യത. K. സുരേന്ദ്രൻ ഉണ്ടാകില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയോ PC ജോർജോ. ഒന്നാം ഘട്ട പട്ടിക ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ആറ്റിങ്ങലിൽ V. മുരളീധരനായി പോസ്റ്ററുകൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ നാളെ ഹൈക്കമാൻഡുമായി ചർച്ച. 3 മണ്ഡലങ്ങളിൽ MP-മാരെ മാറ്റി പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടും. ഭാരതം എന്ന പേര് സിനിമയ്ക്ക് പറ്റില്ലെന്ന് സെൻസർ ബോർഡ്. ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന പേര് മാറ്റാതെ റിലീസ് അനുവദിക്കില്ല. ഭാരത് എന്ന പേര് കറുത്ത തുണി കൊണ്ട് പോസ്റ്ററിൽ മറയ്ക്കാമെന്ന് സിനിമയുടെ അണിയറക്കാർ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവർണർ ഒരു ശക്തമായ നടപടി എടുത്തിരിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. തൃപ്തികരമായ ഒരു വിശദീകരണം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു ക്രൂരത കോളേജ് ഹോസ്റ്റലിൽ നടന്നിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് വൈസ് ചാൻസലർ അറിഞ്ഞില്ല? എന്തുകൊണ്ട് ഇന്നലെ മാത്രം ഒരു റിപ്പോർട്ട് ഗവർണർക്ക് നൽകി? ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഗവർണർ സസ്പെൻഷൻ ഓർഡറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പൂക്കോട് വെറ്ററിനറി കോളേജ് സർവകലാശാല ക്യാമ്പസിലും കോളേജ് ഹോസ്റ്റലിലും നടക്കുന്ന കാര്യങ്ങൾ അത് രഹസ്യമാക്കി വെക്കുകയാണ്. ഇക്കാര്യം ഒന്നും വൈസ് ചാൻസലർ അറിയുന്നില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗവർണർ. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഗവർണർ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു. അതും ഹൈക്കോടതിയെ ഇക്കാര്യത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കം കൂടിയാണ് ഗവർണർ ഈ വിഷയത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കണ്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഗവർണർ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ പൂക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശശീന്ദ്രനാഥിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. VC-യെ പുറത്താക്കിയിരിക്കുകയാണ് ഗവർണർ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി VV അരുണുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അതിനു മുമ്പ് ഗവർണർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കൂടി കേൾക്കാം. ആദ്യം ഗവർണറുടെ പ്രതികരണത്തിലേക്ക്. At least after this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I am not saying they did not do it. They did it only yesterday. So therefore, we have decided to suspend the Vice Chancellor of the university and order an inquiry, because this is not merely the case of one student losing life
all kind, every university has one hostel which is being used by SFI, where even university authorities fear to come, and they are using it for illegal activities, for criminal activities, for undesirable activities. Therefore, a big inquiry will be needed in future, but as far as the veterinary university is concerned, we have already decided to suspend the Vice Chancellor and order an inquiry. കൊലപാതകമാണ് സിദ്ധാർത്ഥിന്റേത് എന്ന കാര്യവും ഗവർണർ പറയുകയാണ്. വളരെ വൈകിയാണ് ഈ വിഷയത്തിൽ ഗവർണർക്ക്, ചാൻസലറായ തനിക്ക് ഒരു റിപ്പോർട്ട് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നും ഗവർണർ പറയുകയാണ്. ഇതേ തുടർന്നാണ് വൈസ് ചാൻസലറോട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്യുകയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ വാക്കുകളിലേക്ക്. ഡീന് ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന്, കുറ്റം ചെയ്തിട്ട് കൂട്ടുനിന്ന ഡീന്, ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങൾ, ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയോ വിസിക്ക് ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിന് ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ VC യെ വിശ്വസിച്ചു, ആ VC എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ VC യെ സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരുന്ന ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഗവർണർ, ചാൻസലർ. ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി, ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കറക്റ്റാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്കായിരുന്നു നല്ലവണ്ണം അറിയില്ലായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ അറിയില്ലായിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന്. പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണറുടെ ജോലി എന്താണ്. പുള്ളി അത് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ്. ചാൻസലർ എന്ന നിലയിലുള്ള തന്റെ അധികാരം വിനിയോഗിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചാൻസലർ എന്ന രീതിയിൽ ഗവർണറുടെ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് VC യെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്, ഇക്കാര്യങ്ങളെല്ലാം സർവകലാശാല അധികൃതർ മൂടിവെക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ ഇത്ര വലിയൊരു നരനായാട്ട് നടന്നിട്ടും എന്തുകൊണ്ടാണ് ചാൻസലറായ തനിക്ക് റിപ്പോർട്ട് നൽകാതിരുന്നത്, ഇക്കാര്യം പോലീസിനെ അറിയിക്കാതിരുന്നത്, ഡീനിന് എന്ത് പിഴവാണ് പറ്റിയിരിക്കുന്നത്, ഇതൊന്നും VC അറിഞ്ഞില്ലേ എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ വിധേയമായി വൈസ് ചാൻസലറെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ജയപ്രകാശ്, സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ എല്ലാവരും വീട്ടിൽ വന്ന് പോയപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു, കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, ഇടപെടും എന്നൊക്കെ. പക്ഷേ ഗവർണർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് ഗവർണർ തന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സർവകലാശാലയ്ക്കും പൂക്കോട് വെറ്ററിനറി കോളേജിനും കോളേജിലെ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിനും? എന്താണ് ഗവർണർ പറയുന്നത്? വളരെ കൃത്യമായി സർവകലാശാലകളുടെ ചാൻസലർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ഇവിടെ വന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനെയും അമ്മയും കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. കൃത്യമായ നടപടി ഉറപ്പ് നൽകിയാണ് ഗവർണർ ഇവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷം ഈ VC, വെറ്ററിനറി സർവകലാശാല VC ഇവിടെ എത്തി എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകി. പക്ഷേ VCയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപമുണ്ടായി എന്ന കണ്ടെത്തലാണ് രാജ്ഭവന്റെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നത്. ഗവർണർ കൃത്യമായി സമയത്ത് ചാൻസലർ വിഷയം അറിയിക്കണമായിരുന്നു. പക്ഷേ അത് അറിയിച്ചത് ഇന്നലെ മാത്രമാണ് അറിയിച്ചത്. VC റിപ്പോർട്ട് ഇന്നലെയാണ്. എന്തുകൊണ്ട് ഡീനിനെതിരെ ഇത്രയധികം പരാതി ഉണ്ടായിട്ടും, കായിക അധ്യാപകനെതിരെ ഇത്രയധികം പരാതി ഉണ്ടായിട്ടും നടപടിയെടുത്തുള്ള ചോദ്യമാണ് ഗവർണർ പ്രധാനമായും ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഇവരുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും നടപടി ഉണ്ടായില്ല. നടപടി ഇനി ഉണ്ടായിട്ടും കാര്യമില്ല, കൃത്യസമയ നടപടി ഉണ്ടായില്ല എന്നാണ് രാജ്ഭവന്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ടാണ് ഇത്തരം നടപടിക്ക് ചാൻസലർ നിർബന്ധിതമായത്. അവിടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം കൂടി നടത്തിയിരിക്കുന്നത്. സാധാരണഗതി ഇത്തരം വിഷയങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക സർക്കാരാണ്. സിറ്റിംഗ് ജഡ്ജിയുടെ സേവനത്തിൽ ഹൈക്കോടതി സമീപിക്കേണ്ട സർക്കാരാണ്. അവിടെ കൂടി ഗവർണർ
ഇടപെട്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണ നിരീക്ഷണം, രാജ്ഭവന നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. കുറ്റവാളികളെ ആരായാലും അവരെ കൃത്യമായി ശിക്ഷിക്കണം, കൃത്യമായി പിടികൂടണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. SFIക്കെതിരെ നേരത്തെ തന്നെ കടുത്ത നിലപാടെടുക്കുന്ന ഗവർണർ ഇന്ന് അത് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഈ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അക്രമത്തിന് വേണ്ടി SFI PFI ബന്ധമെന്ന അതിഗുരുതരമായ ആരോപണം കൂടി ഗവർണർ ഇവിടെ ഉന്നയിക്കുകയാണ്. ക്യാമ്പസ് SFIയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് PFI എന്ന സംഘടന കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഗവർണർ ഉന്നയിക്കുന്നു. പോലീസിനെ അദ്ദേഹം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. വലിയ വീഴ്ച VCയുടെ ഭാഗത്തുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VC നടപടിയെടുക്കാൻ വൈകി, അല്ലെങ്കിൽ ഇക്കാര്യം ഗവർണറെ അറിയിക്കാൻ, ചാൻസലർ അറിയിക്കാൻ വൈകി എന്ന കാര്യം കൂടി ഗവർണർ പറയുന്നു. അതായത് ഇനി ഇതിന്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഗവർണറുടെ രാജ്ഭവന്റെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്ന കാര്യം കൂടി വ്യക്തമാണ്. അരുൺ, ഇക്കാര്യത്തിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ SFIയും PFIയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ക്യാമ്പസിൽ എന്ന കാര്യം ഗവർണർ പറയുകയാണ്. ഗവർണർ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അല്പസമയം മുമ്പ്. അപ്പോൾ ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടി ഗവർണറുടെ ഒരു ലക്ഷ്യമാണല്ലോ. ഇത് കൂടുതൽ ചർച്ചയാകണം. ഇവിടെ ക്യാമ്പസ് ഭീകരത നടക്കുകയാണ് കേരളത്തിൽ. അത് അദ്ദേഹം പൂക്കോട് ക്യാമ്പസിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് ക്യാമ്പസുകളുടെ കാര്യത്തിലും SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണമാണല്ലോ ഗവർണർ നടത്തുന്നത്. അത് മാത്രമല്ല, ഗവർണറുടെ വലിയൊരു നീക്കമുണ്ട്. ഹൈക്കോടതിയിൽ നിന്നൊരു സിറ്റിംഗ് ജഡ്ജിയെ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി. ഇത് എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ? ഇപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ സമയത്ത് ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണല്ലോ അരുൺ. തീർച്ചയായിട്ടും SFIയും ഗവർണറുമായുള്ള തർക്കം, അവർ തമ്മിലുള്ള പരസ്പര സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾ നമുക്കറിയാം. സർക്കാരും ഗവർണറും തമ്മിൽ പോരാണെങ്കിൽ സർക്കാരിന് വേണ്ടി കൂടുതൽ ഗവർണർക്കെതിരെ ശക്തമായ രംഗത്ത് വന്നത് SFI എന്ന CPM അനുകൂല CPMന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. സ്വന്തം സംഘടന പറയുമ്പോൾ നമുക്കറിയാം SFIയും CPMുമായുള്ള ബന്ധം. ആ സംഘടനയ്ക്കെതിരെയാണ് ഗവർണർ രംഗത്ത് വന്നത്. അവരെ ക്രിമിനലുകൾ വിളിച്ചുകൊണ്ട് പലതവണ ഗവർണർ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രപതിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. SFIക്കെതിരെ കൃത്യമായ ഒരു ആയുധം ഗവർണർ കിട്ടിയെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഗവർണർ അതിന്റെ പരമാവധി ഉപയോഗിക്കും. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുക്കുന്ന വിഷയത്തിന്റെ മെരിറ്റ് നമുക്ക് മറക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടല്ല അദ്ദേഹം SFIക്ക് രംഗത്ത് വന്നത്. കേരളം ലജ്ജയോടെ കൂടി മാത്രം കാണേണ്ട, കേരളത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു സംഭവങ്ങളിൽ ഒന്നായി മാറുകയാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം. ആ വിഷയമാണ് ഗവർണർ ആയുധമാക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും വളരെ വസ്തുതാപരമായി ഇടപെടേണ്ട വിഷയത്തിൽ നിന്നാണ് ഗവർണർ ഇടപെട്ടിരിക്കുന്നത്. സർവകലാശാലകളിൽ, ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്തിനാണ് പ്രവർത്തിക്കേണ്ടത്? അതിന്റെ ഉദ്ദേശശുദ്ധിയെ മറികടന്നുകൊണ്ട് അതിന്റെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുമ്പോൾ, സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇടപെടലുകൾ പൊതുജനം കൂടി ആഗ്രഹിക്കും. അത്തരമൊരു ഇടപെടലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ശരിയാണ് അരുൺ. എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹം സിദ്ധാർത്ഥന് നീതി കിട്ടണം എന്ന ഒരു അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. അതിനിടെയാണ് SFI ചില നീക്കങ്ങൾ, CPM ചില നീക്കങ്ങൾ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീടിനടുത്ത് നടത്തിയത്. സിദ്ധാർത്ഥിനെ രക്തസാക്ഷിയാക്കിക്കൊണ്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം CPM നടത്തിയിരുന്നു. CPM DYFIയും ചേർന്ന് നടത്തിയിരുന്നു. നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീടിനടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവച്ചു. അവിടെ SFI പ്രവർത്തകനാണ് സിദ്ധാർത്ഥൻ എന്ന് പോലും എഴുതി ചേർത്തിരുന്നു. അത് ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. പക്ഷേ അത് മാറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് ആ ബോർഡ് അവിടെ കാണാനില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ഈ നീക്കവും CPMന്റെ പാളിയിരിക്കുകയാണ്. രക്തസാക്ഷിയാക്കി സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവിടെ CPM. ഈ നീക്കം പാളിയിരിക്കുകയാണ്. SFI കൊന്ന രീതിയിലുള്ള പുതിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. മറ്റ് സംഘടനകൾ ആ സ്ഥലത്തായിരുന്നു നേരത്തെ CPM ബോർഡ് വെച്ചിരുന്നത്. സിദ്ധാർത്ഥൻ SFIയുടെയും DYFIയുടെയും പ്രവർത്തകൻ എന്നുള്ള രീതിയിലായിരുന്നു ആ ബോർഡ്. അതിലെ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഉത്തരവാദികളായ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ബോർഡ് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് CPMന്. ഇപ്പോൾ പകരം SFI കൊന്നതാണ് എന്ന രീതിയിലുള്ള പുതിയ ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ KSUവിന്റെ ബോർഡാണ് ഈ കാണുന്നത്. മറ്റ് സംഘടനകളും ഇതേ രീതിയിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അരുൺ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ നെടുമങ്ങാടാണല്ലോ ഉള്ളത്. ഇന്നലെ ഇതൊരു വലിയ വിവാദമായതാണ്. CPM വലിയൊരു മുതലെടുപ്പിന് അവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് സിദ്ധാർത്ഥിന്റെ കുടുംബം തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛനും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ ബോർഡ് അപ്രത്യക്ഷമാവുകയാണോ ഉണ്ടായത്? വലിയൊരു തിരിച്ചടിയാണല്ലോ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് CPMനപ്പോൾ.
തീർച്ചയായിട്ടും സിദ്ധാർത്ഥന്റെ അച്ഛൻ ഈ ഇത്തരം ഒരു ബോർഡ് വയ്ക്കരുത് ആവശ്യം പ്രധാനപ്പെട്ട കാരണം ബോർഡ് മാത്രമല്ല സിദ്ധാർത്ഥന്റെ അനുശോചനം നിരവധി ചിത്രങ്ങൾ ഇവിടെ പതിച്ചത് എല്ലാം എടുത്ത് മാറ്റണം. കാരണം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ സിദ്ധാർത്ഥന്റെ മുഖമാണ്. എല്ലായിടത്തും അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ബോർഡുകളും ഫ്ലക്സും ഒക്കെയാണ്. അതും മാറ്റണം. അത് കണ്ടു നിൽക്കാൻ തനിക്ക് അച്ഛനിൽ കഴിയില്ല എന്ന വളരെ മാനുഷികമായ ഒരു അഭ്യർത്ഥന അദ്ദേഹം നടത്തിയത്. അങ്ങനെ പല ബോർഡുകളും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റും CPM-ന്റെ ബ്രാഞ്ചും ചേർന്നൊരു ബോർഡ് അവിടെ വച്ചത്. അതിലൊരു വാചകമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത്, ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ. SFI-കാരനായ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ക്രിമിനലുകൾ കൊന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞത് SFI ഒരു ഘട്ടത്തിലും സിദ്ധാർത്ഥൻ SFI ആയിരുന്നില്ല, സിദ്ധാർത്ഥൻ SFI-യുടെ അംഗമായിരുന്നില്ല. പിന്നെ എന്തിന് ഈ ഒരു മരണം വരുമ്പോൾ അയാളെ SFI ആക്കാൻ ശ്രമിക്കുന്നു? അതുകൊണ്ടാണ് ആ ബോർഡിനെതിരെ അത്രയധികം ബോർഡ് മാറ്റണം, SFI മരണത്തെ പോലും ഇത്തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ വിമർശനം ആ അച്ഛന് ഉന്നയിക്കേണ്ടി വന്നത്. അതിനെ തുടർന്ന് ഇന്ന് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റി പകരം അവിടെ KSU മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഒരു ബോർഡ് വെച്ചു. SFI ആണ് കൊന്നത്, സിദ്ധാർത്ഥനെ കൊന്ന SFI എന്ന് പറഞ്ഞുകൊണ്ട് KSUവിന്റെ ബോർഡാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതായാലും അത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ആ രണ്ട് വശത്തും നടക്കുന്നുണ്ടെന്ന വസ്തുതയാണ്. എങ്കിലും ആ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അഭ്യർത്ഥന ഒരിക്കലും രാഷ്ട്രീയമായിരുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്റെ മകന്റെ ചിത്രങ്ങൾ ഇത്തരത്തിൽ അവൻ വിട്ടുപോയത് സ്വാഭാവികം അദ്ദേഹത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അച്ഛന്റെ വികാരം പ്രകടിപ്പിച്ചു അദ്ദേഹം മാറ്റാൻ പറഞ്ഞു. പക്ഷേ അതിനെ പോലും രാഷ്ട്രീയ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ശരിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് CPM ശ്രമിച്ചു. അങ്ങനെ CPM സ്വയം വഷളായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ആ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് CPM-ന്. പകരം SFI കൊന്നതാണ് എന്നുള്ള ബോർഡ് മറ്റ് സംഘടനകൾ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ പോലീസ് ശ്രമിച്ചു, സർവകലാശാല ഈ വിഷയത്തിൽ അനാസ്ഥ കാട്ടി തുടങ്ങിയ ശക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പൂക്കോട് സർവകലാശാല ക്യാമ്പസിലേക്കും ഇന്ന് പ്രകടനം ഉണ്ടായി. KSUവിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. മറ്റ് സംഘടനകളുടെയും മാർച്ച് നടക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജിൻസ് ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് നടന്ന പ്രതിഷേധ മാർച്ചിന്റേതാണ്. ജിൻസ്, ഇത് മാത്രമല്ലോ, സമരം മാത്രമല്ലല്ലോ, ചില കീഴടങ്ങലുകൾ ഉണ്ടാകുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സിൻജോ ജോൺസൺ എന്നയാൾ ഇന്ന് പിടിയിലായിട്ടുണ്ടല്ലോ. ഈ സിൻജോയാണല്ലോ ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്ന് മറ്റു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത്. എന്താണ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ? മഞ്ജുഷ്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. DCCയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ക്യാമ്പസിന്റെ മാർച്ച് നടത്തിയിരുന്നു. ഇതിലാണ് സംഘർഷമുണ്ടായത്. പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് മറികടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇതിലും നേരിയ സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കോൺഗ്രസിന്റെ ഈ KSU പ്രവർത്തകർ കോളേജിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ കുര്യന്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിന്റെ കെട്ടിടത്തിലേക്ക് കറിയടക്കാൻ ശ്രമിച്ചു. ഇവരെ എല്ലാം തന്നെ തടയുകയുണ്ടായെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നേരിടേണ്ടി വന്നു. ഏറെ പണിപ്പെട്ടായിരുന്നു പോലീസും പ്രവർത്തകരും ഇവരെ തടയുകയുണ്ടായി. അതിനുശേഷം MLA-മാരടക്കം ഇവിടെ എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏറെ സംഘർഷഭരിതമായ കാഴ്ചയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. MLA-മാരായ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള സിദ്ധാർത്ഥ് മരിച്ച ഈ ഹോസ്റ്റൽ മുറി കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ എത്തിയത്. ഇവിടെ പോലീസ് അടക്കമുള്ളവർ തടഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ഇതിനിടെ 6-7 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഉണ്ടായത്. സംഘർഷഭരിതമായ കാഴ്ചയാണ് നിലവിൽ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ കാണാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഈ ആത്മഹത്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേർ കൂടി പിടിയിലായിട്ടുള്ളത്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള അജയ്, കൊല്ലം സ്വദേശിയായിട്ടുള്ള അൽതാഫ്, കൊല്ലം സ്വദേശിയുള്ള കാശിനാഥൻ എന്നിവരായിരുന്നു പിടിയിലായത്. അതിനിടയിൽ ഈ സിൻഡോ ജോൺസണും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഇയാളാണ് ഈ സംഭവം നടക്കുന്ന ഈ സിദ്ധാർത്ഥ് മരണപ്പെടുന്ന സമയത്ത് ഈ കുട്ടികൾ നിന്നിരുന്ന എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും ഈ വിവരം പുറത്തു പറയാൻ പാടില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു, സിൻഡോ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു ഈ സംഘർഷത്തിനും അതുപോലെ തന്നെ
ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്. എന്തായാലും പ്രതികൾ ഉടനെ തന്നെ എല്ലാ പ്രതികളെയും പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഈ അന്വേഷണ സംഘമുള്ളത്. ശരി ജിൻസ്, എന്തായാലും ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം പോലീസിന് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും പ്രതിഷേധം ശക്തമായതിനു ശേഷവും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കൂടുതൽ പ്രതികൾ പോലീസിന്റെ വലയിലേക്ക് വരികയാണ്. പ്രതിപക്ഷവും ഈ വിഷയം ശക്തമായിട്ട് ഇപ്പോൾ ഉന്നയിക്കുകയാണ്. വയനാട് മാത്രമല്ല മറ്റിടങ്ങളിലും പ്രതിഷേധമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്, ഒപ്പം കെ മുരളീധരന്റെയും. നമുക്കറിയാം, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലായി നിറയുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. SFIക്കാർ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിക്കൊന്നു എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുക. ആൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം, വ്യാജ ആരോപണം സൃഷ്ടിച്ച് അയാളെ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ പാവം വിദ്യാർത്ഥിയെ, കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിനൊരു പരാതി ഉണ്ടാക്കുക, ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക, പിന്നീട് അത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആൾ തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക. നിങ്ങൾക്കറിയാം, ആന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ ചെയ്തപ്പോൾ മൃഗങ്ങളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് കോളേജ് യൂണിയൻ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തിനെ സംബന്ധിച്ച് വ്യക്തമായൊരു അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം കിട്ടിയില്ല. ഇന്നലെയും ശമ്പളം മുടങ്ങിയിരുന്നു. സാങ്കേതികമായ പ്രശ്നം മാത്രമാണെന്നാണ് ഇപ്പോഴും ധനമന്ത്രി പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യമായിട്ട് ശമ്പളവും പെൻഷനും കിട്ടുന്നില്ല. ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. പക്ഷേ ഇതിനെ ഇപ്പോഴും ലഘുവായിട്ടാണോ സർക്കാർ കാണുന്നത് എന്ന സംശയം ഉയരുകയാണ്. ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പണം കയ്യിലില്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ധനവകുപ്പ് പറയുന്നത്. ആദ്യം ധനമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ കേൾക്കാം. പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി അതിന് കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. കേസിന് പോയില്ലായിരുന്നെങ്കിൽ കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയി പറഞ്ഞിട്ട് പണം തരാതിരിക്കും. പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും എന്താണ് സംസ്ഥാനത്തിന്റെ കൃത്യമായ സാമ്പത്തിക സ്ഥിതി എന്ന് വിശദമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞാണ്, ശമ്പളം വരെ മുടങ്ങുന്ന വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തുകയാണ്. വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത്. മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയാണ്. യഥാർത്ഥ സ്ഥിതി എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ, ധവളപത്രം പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. തിങ്കളാഴ്ച ശമ്പളവും പെൻഷനും കിട്ടുമെന്നും ധനമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ 2 ദിവസം എന്തുകൊണ്ട് ശമ്പളം മുടങ്ങി എന്നതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. സാങ്കേതികമായ കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അതും ഇത്രയും ജീവനക്കാരുടെ ഒരുമിച്ച് മുടങ്ങുക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമാണ്. എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? അതുമാത്രമല്ല, ഇന്ന് അധ്യാപകർക്ക് ശമ്പളം വിതരണം ചെയ്യേണ്ട ദിവസമാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, പോലീസ്, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർക്ക് ശമ്പളം വിതരണം ചെയ്യേണ്ട ദിവസങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി മാറുകയാണോ? ഇന്നെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ട്രഷറികളിൽ? സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്, തർക്കമില്ല. കാരണം
ശമ്പളം പിൻവലിക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് തന്നെ ട്രഷറിയിൽ പണമുണ്ടാവുകയും അത് പിന്നീട് അക്കൗണ്ടുകളിലേക്കും പോവുക എന്ന സ്വാഭാവിക നടപടിക്രമമാണ് എല്ലാ മാസങ്ങളും നടത്തിയിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമാണ്. ഇത്തവണ ഈ പണം സാലറി അനുവദിക്കേണ്ട ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടാണ് അക്കൗണ്ടുകൾ സർക്കാരിന് ട്രഷറിയിലേക്ക് പണം കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായും ചില സാങ്കേതിക തടസ്സം അതിന് ഇടയാക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ പണം പിൻവലിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കാരണമുണ്ടാക്കിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധി പല രീതിയിലും സർക്കാരിനെ ബാധിക്കാറുണ്ട്. പല വികസന പ്രശ്നങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കുമൊക്കെ തടസ്സമുണ്ടാവാറുമുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം മുടങ്ങുന്നത് അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല അത് മുടങ്ങിയാലുണ്ടാകുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധിയും സർക്കാരിനറിയാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളും ബാക്കി നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ അതിന് കഴിഞ്ഞില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. ശമ്പളം അനുവദിക്കുന്നതിന് തൊട്ട് മുമ്പായി, അതായത് ഇന്നലെക്ക് മുമ്പായി 4100 കോടി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പണം സർക്കാരിന് അനുവദിച്ചിരുന്നു. പക്ഷേ അത് മാറി വരുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തടസ്സം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് 13,000 കോടി കൂടി കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ട്. ആ പണം അനുവദിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട്. അതാണ് പൊതുവിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നത് ഈ വരുന്ന 2 ദിവസങ്ങൾ, ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, ഈ 2 ദിവസങ്ങളുടെ ചില തടസ്സം കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ തിങ്കളാഴ്ച മുതൽ മാത്രമേ അക്കൗണ്ടുകളിലേക്ക് പണം പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. തിങ്കളാഴ്ച വരെ കാത്തിരിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. ശരി സജിത്ത്, ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ മുടങ്ങുന്നു എന്നുള്ളത്. പക്ഷേ കൃത്യമായ ഒരു മറുപടി സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസമായി വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട പട്ടിക അത് മിനിയാന്ന് പുറത്തിറങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നലെയും പക്ഷേ ഈ പട്ടിക വന്നില്ല. ഇന്ന് ആദ്യ പട്ടിക വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉണ്ട്. അത് രണ്ടുമാണ് ഏറെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. പക്ഷേ ഇവിടെ 2 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുന്നുണ്ട്. ചില മാറ്റങ്ങൾക്ക് അവസാന സമയം സാധ്യതയുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. BJP സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് തന്നെ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. കേരളത്തിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചും വലിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ സജീവമായി നിലനിൽക്കുന്നത്. ഇവിടെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. ISRO ചെയർമാൻ സോമനാഥ്, നടി ശോഭന, കുമ്മനം രാജശേഖരൻ, VV രാജേഷ്, ഇങ്ങനെ പല പേരുകളും ഉയർന്നു വന്നിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് 2 സ്ഥാനാർത്ഥികൾ ഉറപ്പായ മണ്ഡലങ്ങൾ തൃശ്ശൂരും ആറ്റിങ്ങലുമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, അവിടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ V മുരളീധരന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. മോഡിയുടെ ഗ്യാരണ്ടിയാണ് V മുരളീധരൻ എന്ന നിലയ്ക്കാണ് ചുവരെഴുത്തുകൾ, പോസ്റ്ററുകളും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചു കഴിഞ്ഞു. പത്തനംതിട്ടയും വലിയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. PC ജോർജ് സ്ഥാനാർത്ഥിയാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അനിൽ ആന്റണി അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരന്റെയും ശ്രീധരൻ പിള്ളയുടെയും പേരുകളും പത്തനംതിട്ടയിൽ പറഞ്ഞു കേൾക്കുന്നു. കൊല്ലത്ത് ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ ആളുകളുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ മത്സരിക്കുമെന്ന സൂചന. എറണാകുളത്ത് മേജർ രവിയുടെ പേരും TP സിന്ധുമോളുടെ പേരും സജീവമായി നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് MD രമേശിന്റെ പേരാണ് സജീവമായുള്ളത്. വടകരയിലും ശോഭാ സുരേന്ദ്രന്റെ പേര് അതിശക്തമായുണ്ട്. പാലക്കാടാകട്ടെ C കൃഷ്ണകുമാർ മത്സരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാസർഗോഡേക്ക് PK കൃഷ്ണദാസിനെ പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒഴിയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാൾ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പട്ടിക പുറത്തു വരുന്നതിന് മുൻപ് തന്നെ V മുരളീധരന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ ആറ്റിങ്ങലിൽ സജീവമായത് ഏറെ ശ്രദ്ധേയവുമായി. VV വിനോദ്, News 18, തിരുവനന്തപുരം. ആദ്യഘട്ട പട്ടികയിൽ ദേശീയ നേതാക്കളുടെ പേരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഏറെ താല്പര്യത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായിരിക്കും BJPയുടെ
ആദ്യഘട്ട പട്ടികയിൽ ഉള്ളത് എന്ന്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, 2 ദിവസമായുള്ള കാത്തിരിപ്പാണല്ലോ BJPയുടെ ആദ്യഘട്ട പട്ടികയ്ക്കായി. ഇപ്പോൾ കേരളത്തിലെ 4 മണ്ഡലങ്ങൾ എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് പട്ടിക വൈകുന്നത്? ഇന്നലെ രാത്രി വൈകിയും പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു. ഏതാണ്ട് 100-120 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകൾ ഡൽഹിയിൽ അത്തരം ചർച്ചകളുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താരങ്ങളെ അടക്കം, അക്ഷയ് കുമാർ അടക്കമുള്ള താരങ്ങളെ രംഗത്തിറക്കാൻ, കങ്കണ റാവത്ത് അടക്കമുള്ള താരങ്ങളെ രംഗത്തിറക്കാൻ കൂടി BJP പദ്ധതിയിടുന്നുണ്ട്. ഒപ്പം 70ഓളം MP-മാർക്ക് സ്ഥാനചലനം ഉണ്ടാകും, സീറ്റ് ലഭിച്ചേക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ മാറ്റങ്ങളുള്ള ഒരു പട്ടികയാകും പുറത്തു വരിക എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന തിടുക്കത്തിലാണ്. അതിന് മുൻപ് BJPയുടെ പട്ടിക ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിക്കും, ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചാൽ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളുള്ള ഒരു പട്ടികയായിരിക്കും. കേരളത്തിലെയും പ്രധാന മണ്ഡലങ്ങളിൽ 4ഓളം മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും പെടും. അതടക്കമുള്ള പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് കാതോർക്കുകയാണ്. അത് ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നോടുകൂടി ഈ പട്ടിക പൂർണ്ണമാകും, ആദ്യഘട്ട പട്ടിക പൂർണ്ണമായും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ജുഷ്, എന്തെങ്കിലും കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്ത പേരുകളിൽ എന്തെങ്കിലും മാറ്റം അവസാനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കുമോ? ഇപ്പോൾ തൃശ്ശൂരിലും പാലക്കാടും മാറ്റമില്ല, പത്തനംതിട്ടയിലും ഇപ്പോൾ ചിലപ്പോൾ K. സുരേന്ദ്രൻ ഉണ്ടാകില്ല എന്നും കേൾക്കുന്നുണ്ടല്ലോ. നേരത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ മത്സരിക്കേണ്ട എന്നായിരുന്നു ആദ്യഘട്ട തീരുമാനം. അതിനിടയിൽ ഈ 2 ദിവസത്തെ ചർച്ചകളിലാണ് സുരേന്ദ്രന്റെയും തമിഴ്നാട്ടിലെ അണ്ണാമലയുടെയും അടക്കം പേരുകൾ കടന്നു വന്നത്. ഇവർ രണ്ടുപേരും മത്സരിക്കട്ടെ എന്ന നിലപാട് ആദ്യഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്തിരുന്നു. ഒപ്പം മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് രണ്ടും മാറി മുതിർന്നവരെ മത്സരിപ്പിക്കാനും സംസ്ഥാന പ്രസിഡന്റുമാരെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഇടയ്ക്ക് നടന്നു. പക്ഷേ അത് ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് നോക്കിയാൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ല. അതിനു പകരം അനിൽ ആന്റണിയുടെ പേരിനാണ് പ്രാമുഖ്യമുള്ളത്. PC ജോർജോ അവിടെ മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. PC സീറ്റ് ലഭിക്കണമെന്ന് വാശി പിടിച്ചാൽ ഒരുപക്ഷെ PC ജോർജിന് സീറ്റ് നൽകിയേക്കാം എന്ന സൂചനകളുമുണ്ട്. മറ്റു ചില അക്കോമഡേഷനോടുകൂടി PCയെ അനുനയപ്പെടുത്തിയാൽ ഒരുപക്ഷെ PC മാറി നിന്നേക്കാം. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. പാലക്കാട്ട് കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുക എന്നതും ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകളാണ്. ഒപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിലും V. മുരളീധരന്റെ പേര് തന്നെയാണ്. V. മുരളീധരൻ പ്രചരണം ആരംഭിച്ച വാർത്തയെ നമ്മൾ നൽകിക്കഴിഞ്ഞു. അങ്ങനെ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണ ആയിട്ടുണ്ട്. മഞ്ജുഷ്, ശരി രഞ്ജിത്ത്, ഏത് സമയം വേണമെങ്കിലും ആദ്യ പട്ടിക പ്രതീക്ഷിക്കാം. അതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉണ്ടാകും. രാഷ്ട്രീയം മതിയാക്കാൻ ഒരുങ്ങുകയാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ. രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയ്ക്ക് ഗൗതം ഗംഭീർ കത്തയച്ചു. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പിൽ ഗൗതം ഗംഭീർ പറയുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഗൗതം ഗംഭീർ നന്ദി അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും വൈകുകയാണ്. പക്ഷേ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയാണ് അടുത്തത് നടക്കുവാനുള്ളത്. അതുകൊണ്ട് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ച തന്നെ, ഈ വരുന്ന ആഴ്ച തന്നെ പ്രഖ്യാപിക്കുവാനാണ് സാധ്യതകൾ കൂടുതൽ. സംസ്ഥാനത്തെ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. നാളെയാണ് ഹൈക്കമാൻഡുമായിട്ട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ചർച്ച നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MP-മാരെ മാറ്റണം എന്നുള്ള ആവശ്യമാണ്. പക്ഷേ ഇതിന് ഇതുവരെ അംഗീകാരം വന്നിട്ടില്ല. 3 സിറ്റിംഗ് MP-മാരെ മാറ്റണം, ആ സ്ഥാനങ്ങളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള ആവശ്യം. ഇക്കാര്യം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നേരിട്ട് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ് കോൺഗ്രസിൽ. വിശദമായ റിപ്പോർട്ട് VV വിനോദ് നൽകും. കോൺഗ്രസിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. നിലവിലെ MP-മാർ മത്സരിക്കണമെന്ന താല്പര്യമാണ് KPCC മുന്നോട്ട് വെക്കുന്നതെങ്കിലും ഒരുപക്ഷെ ചില മുഖങ്ങൾക്ക് മാറ്റം വന്നേക്കാമെന്ന സൂചനകളുണ്ട്. 3 മണ്ഡലങ്ങളിലെങ്കിലും മാറ്റമുണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. AICC നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ്. ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ ഒരു വനിതാ പ്രാതിനിധ്യമുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വനിതകൾ എന്ന കാര്യം പറയുന്നു. കനകോള് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള
ചർച്ചകളും ഇതിനിടെ സജീവമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ചിലത് പുറത്തു വരുന്നത്. ചില എംപിമാരുടെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നില്ല, അതുകൊണ്ട് 3 ഇടങ്ങളിലെങ്കിലും മാറ്റമുണ്ടാകണമെന്ന സൂചനകൾ ആ തരത്തിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങൾ എന്നത് വ്യക്തമല്ലെങ്കിലും ഈ മാറ്റം ഉണ്ടാകുമെന്ന സൂചന ആണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ അച്ചു ഉമ്മരെ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന ആവശ്യം. മറ്റിടങ്ങളിലാകട്ടെ തിരുവനന്തപുരത്ത് ശശി തരൂർ ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ അദ്ദേഹത്തിന്റെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനും ഈ നിലയിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. സിറ്റിംഗ് എംപിമാർ മത്സരിക്കണം എന്ന പൊതു ആവശ്യം അല്ലെങ്കിൽ KPCCയുടെ ആവശ്യം നിലനിൽക്കുന്നു. എന്നാൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്ന സൂചനകളാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നുള്ള സംശയം ഉയരുമ്പോൾ CPI അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ആനി രാജ വയനാട്ടിൽ എത്തി പ്രചാരണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. വയനാട്ടിലെ ജനത തന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ആനി രാജയ്ക്ക് ഉള്ളത്. ആനി രാജയുടെ പ്രചാരണത്തിന്റെ വിശദാംശങ്ങൾ കാണാം. ജില്ലാ അതിർത്തിയായ തലപ്പുഴ ബോയ്സ് ടൗണിലാണ് സ്ഥാനാർത്ഥി ആദ്യമെത്തിയത്. LDF നേതാക്കളും പ്രവർത്തകരും ആനി രാജയെ സ്വീകരിച്ചു. ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ വയനാട്ടിൽ നടന്നത്. സ്ഥാനാർത്ഥിയുടെ വരവ് ആദ്യ ദിനം തന്നെ ആഘോഷമാക്കി പ്രവർത്തകർ. ഇന്ത്യ സഖ്യത്തിന്റെ മുഖമെന്ന വിശേഷണമുള്ള രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള പോരാട്ടത്തിനാണ് തയ്യാറാകേണ്ടതെന്ന് ആനി രാജ പറഞ്ഞു. എന്നാൽ രാഹുൽ എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. സംസ്ഥാനത്ത് LDF UDF മത്സരം കാലങ്ങളായി നടക്കുന്നതിനാൽ ഇന്ത്യ സഖ്യത്തെ അത് ബാധിക്കില്ലെന്നും ആനി രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയവും ആ മുന്നണിയുടെ നിലപാടുകൾക്കും ഈ മണ്ഡലത്തിലെയും സംസ്ഥാനത്തെ ആകെ 20 മണ്ഡലങ്ങളിലും അതുപോലെ ആ 20-ൽ ഒന്നായ വയനാട്ടിലും ജനങ്ങൾ പിന്തുണ നൽകും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയാണുള്ളത്. മാനന്തവാടിയിലും ബത്തേരിയിലും കൽപ്പറ്റയിലും ആനി രാജ റോഡ് ഷോ നടത്തി. വയനാട്ടിലെ 3 മണ്ഡലങ്ങൾക്ക് പുറമെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 4 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയുണ്ട് വയനാടിന്. വിപുലമായ പ്രചാരണ പരിപാടികളോടെ ആദ്യഘട്ടം ആദ്യം ആരംഭിക്കാനതിന്റെ ആവശ്യത്തിലാണ് പ്രവർത്തകർ. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് LDF സ്ഥാനാർത്ഥിയായ എളമരം കരീമിന്റെ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. കരീമിക്ക എന്ന് പോസ്റ്ററിൽ ചേർത്തതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സഖാവ് എന്നാണ് എളമരം കരീമിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഇക്ക എന്ന് ചേർത്തത് അത് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളിലെ കുറ്റബോധം മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം CPM നടത്തിയിരിക്കുന്നത് എന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. ഈ വിഷയം വലിയ വിവാദമായിരിക്കുകയാണ് കോഴിക്കോട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സഖാവ് എളമരം കരീം എന്ന പേരിൽ പ്രചാരണം നടത്തിയ CPM ഇത്തവണ കരീമിക്ക എന്ന പേരിൽ പ്രചരണം നടത്തുന്നത് എന്തിനെന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. രാഷ്ട്രീയ ധ്രുവീകരണമാണ് CPM ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം വിഭാഗങ്ങൾക്കായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ കുറ്റബോധത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ പറയുന്നു. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എളമരം കരീം മത്സരിച്ചിട്ടുണ്ട്. അന്ന് എളമരം കരീം ക എന്ന പേരിലല്ല പറഞ്ഞത്, സഖാവ് എളമരം കരീം എന്ന പേരിലാണ്. ഇപ്പോൾ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുക. ആ ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വരാത്ത ഒരു ജാള്യത CPM-നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന കുറ്റബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് കരീം ക എന്ന ആ പ്രയോഗം കൊണ്ട് വോട്ടർമാരെ സമീപിക്കുന്നത്. പൊതുവ്യക്തി നിയമം, അയോധ്യ, പലസ്തീൻ വിഷയങ്ങളിലെ ഇടപെടൽ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടിത്തരുമെന്നാണ് CPM കരുതുന്നത്. സമസ്തയടക്കമുള്ള മുസ്ലിം വിഭാഗത്തിലെ പണ്ഡിത സംഘടനകൾ പണ്ടെങ്ങുമില്ലാത്ത വിധം CPM-യുമായി അടുത്തുവെന്നും വിലയിരുത്തപ്പെടുന്നു. ഈ അപകടമണത്താണ് UDF-ലെ മറ്റ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും ഈ പ്രചാരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ സമരാഗ്നി സമാപന വേദിയിൽ പാലോട് രവി ദേശീയ ഗാനം തെറ്റിച്ച് പാടിയതിൽ പാർട്ടിയെ ട്രോളുകയാണ് K. മുരളീധരൻ. പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി സൂചിപ്പിച്ചായിരുന്നു ഈ വിഷയത്തിലുള്ള K. മുരളീധരന്റെ കമന്റ്. ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാനും കണ്ടു. എനിക്ക് വന്നിപ്പോ ഈ പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ മന്ത്രിസഭ ഇല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പാടിയതായിരിക്കാം. പക്ഷെ എന്നാലും ജാഗ്രത വേണം, അതേ പറയും.
മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായ രാമേശ്വരം കഫേ സന്ദർശിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കണ്ടതിന് ശേഷമാണ് സിദ്ധരാമയ്യ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിയത്. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വിനി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനി, ഇതിൽ ഈ തീവ്രവാദ ബന്ധത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എന്തെങ്കിലും പുതിയ സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതായിട്ട് അറിവുണ്ടോ? മഞ്ജുഷ്, ഇതിൽ 3 പേര് ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇവരുടെ CCTV ദൃശ്യത്തിൽ നമ്മൾ കണ്ട വ്യക്തിയുമായി സാമ്യമുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ദൃക്സാക്ഷികളുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ അറസ്റ്റോ അതല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും പ്രതികളാണോ എന്നതിൽ സ്ഥിരീകരണമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ അല്പസമയത്തിനകം സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ പരമേശ്വരയുടെ, അതായത് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ഇതിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. NIAക്ക് പുറമെ സെൻട്രൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ഇതിൽ 8 ടീമുകളെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. CCTV അടക്കം ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം, അതിന് 2022 മംഗളൂരുവിലുണ്ടായ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ ബന്ധം ഇപ്പോൾ നിലവിൽ പറയാനാകില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് BJP ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ പാക് അനുകൂല മുദ്രാവാക്യം വിളിയും ഇപ്പോഴത്തെ സ്ഫോടനവുമൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെയാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. നിലവിലെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സർക്കാർ ചുമതല ഒഴിയണമെന്നടക്കമുള്ള ആവശ്യങ്ങളും ഒക്കെ BJP ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് കോൺഗ്രസ് സർക്കാർ പറയുമ്പോഴും അന്വേഷണത്തിന്റെ ചുമതല NIAയും അതുപോലെ തന്നെ സെൻട്രൽ ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട പറയുന്നത് ഈ സ്ഫോടക വസ്തു IED, അതായത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, അത് തയ്യാറാക്കിയ രീതി, അതിലാണ് സാമ്യത കൂടുതലും ഉണ്ടായിട്ടുള്ളത്. യൂട്യൂബിൽ അടക്കമുള്ള വീഡിയോകൾ അത് കണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കം ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2022 പൊട്ടിത്തെറിച്ചത് പ്രഷർ കുക്കർ ബോംബാണെങ്കിൽ ഇപ്പോൾ അത് ടിഫിൻ കാരിയറിനകത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ രണ്ടിനും ഉപയോഗിച്ച ഡിറ്റോനേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറ്റോനേറ്ററായിട്ട് ഉപയോഗിച്ചിരുന്നത് ബൾബിന്റെ ഫിലമെന്റ് ആണ്. ഏകദേശം 22 വാട്ടിന്റെ ബൾബിന്റെ ഫിലമെന്റ്, 100 വാട്ടിന്റെ ബൾബിന്റെ ഫിലമെന്റ് ആണ് ഇതിനായി ഉപയോഗിച്ചത്. ഫിലമെന്റ് ചൂടാവുകയും അത് പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിന് ഒരു ടൈമർ വെച്ചിട്ടാണ് ഇപ്പോൾ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത്. ഇതിന്റെ ബാക്കിയുള്ള സാങ്കേതിക വശങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ധാരണ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മഞ്ജുഷ്. ശരി അശ്വിനി, എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് ഏജൻസികൾ. ഭാരതം എന്ന പേര് സിനിമയിൽ ഉപയോഗിച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കാണ് സെൻസർ ബോർഡ് നോട്ടീസ് നൽകിയത്. ഭാരതം എന്ന പേര് മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്ന് സെൻസർ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പക്ഷേ സെൻസർ ബോർഡിന് എതിരഭിപ്രായം ഇല്ല. പക്ഷേ ഈ പേര് ഭാരത സർക്കാർ ഉൽപ്പന്നം അങ്ങനെ ഇടാൻ പറ്റില്ല എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഡാനിപ്പോൾ നൽകും വിശദമായ റിപ്പോർട്ട്. നമുക്കൊപ്പം ഈ അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെയുണ്ട്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടീസിന് കാരണം പറയുന്നത്? അവർ കാരണമൊന്നും പറയുന്നില്ല. അവർക്ക് സിനിമയിലൊരു കട്ടുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല. അതെന്താന്ന് ചോദിക്കാൻ ഭാരതം എന്ന് കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഭാരതം മാസ്ക് ചെയ്യുക, അല്ല വേറെ വഴിയില്ല. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ഹോർഡിംഗ് ഒക്കെ കയറി കഴിഞ്ഞു. ഇനി അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭാരത സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ പറയാവുന്ന രാഷ്ട്രീയപരമായ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണോ ഇതിൻ്റെ ഇതിവൃത്തം എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവർ ക്ലീൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ. ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് പേര് മാറ്റണം എന്ന് പറയുന്നത്. അതിന് ആൻസർ ഇല്ല അവർക്ക്. ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്ന ഒരു സിനിമയുടെ കണ്ടന്റിലൊരു പ്രശ്നമില്ലാത്ത സിനിമയുടെ ഒരു ഇതിലാണ് ഭാരതം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പറ്റാത്തത്. സെൻസർ ചെയ്ത് നമ്മളെ ട്രെയിലർ സെൻസറിന് പോകുമ്പോൾ അതങ്ങനെ ഓക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു സിനിമ സെൻസറിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് നമുക്ക് ആ സിനിമയോട് യാതൊരു പ്രശ്നമില്ല, കണ്ടന്റിൽ വിഷയമില്ല, പക്ഷേ നിങ്ങൾ ഭാരതം എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ നല്ലോണം വളർത്തി പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആ കുട്ടിയുടെ തലവെട്ടി മാറ്റണം. അതേ അവസ്ഥയാണ് നമ്മളുള്ളത്.
എത്രത്തോളം പ്രതിസന്ധി? വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. അപ്പം നമ്മൾ ഈ ഒട്ടിച്ച പോസ്റ്ററുകളെല്ലാം ഇനി നമ്മൾ അതിനകത്ത് മാസ്ക് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇനി വരുന്നത്. ഇനി ഞങ്ങൾ തിങ്കളാഴ്ച റോഡുകളിൽ തന്നെ ഇറങ്ങി ഇത് കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഭാരത സർക്കാർ എന്നുള്ളതിൽ ഭാരതം മാത്രം മാറ്റി ഒട്ടിക്കേണ്ട ഒരു സ്ഥിതിയിൽ, അതെ ഈ ഭാഗം മാത്രം നമ്മളൊരു കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ഇനി പ്രതിഷേധിക്കാൻ നമ്മളൊരു, അത് കേരളം മൊത്തം നമ്മൾ ഓൾറെഡി ഹോർഡിങ്ങും പോസ്റ്ററുകളും നമ്മുടെ ട്രെയിലറുകൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പോൾ അതുപോലും പിൻവലിക്കണം. ഇനി ഭാരത സർക്കാർ എന്നൊരു പേരിൽ അത് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതെ ഇനി ചിലവേറുകയാണ്. നമ്മൾ ഇനി വേറെ പോസ്റ്റർ ഒട്ടിക്കാൻ നമ്മുടെ ഈ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതിഷേധമായിട്ടൊരു കറുത്ത ഇത് വെച്ച് അത് മറയ്ക്കണമെന്ന് പറയുന്നത്. ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് ഇവർ തന്നിരിക്കുന്ന പേര്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഭാരതം കവർ ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ട് കവർ ചെയ്ത് പിന്നെ ഈ ട്രെയിലറൊക്കെ എല്ലാ തിയേറ്ററിലും വിട്ടു, അതെല്ലാം പിൻവലിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാദം തന്നെ നമുക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നത്. കാരണം നമ്മളൊരു എല്ലാ വിഭാഗം ജനങ്ങളും കാണേണ്ട ഒരു സിനിമയാണിത്. ഇത് ആദ്യം തന്നെ നമ്മൾ പേരിട്ടപ്പോൾ തന്നെ പഴയ സെൻസർ ബോർഡ് അംഗങ്ങളോട്, അഡ്വക്കേറ്റ്സിനോട്, പിന്നെ ആ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്ന നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടന്റ് പറഞ്ഞപ്പോൾ അയ്യോ ഇതിനെന്താണ് പ്രശ്നം, ഇത് നല്ല കണ്ടന്റ്, ഇത് സർക്കാരിന് ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പം പറയും നിങ്ങളെ കണ്ടന്റിന് പ്രശ്നമില്ല, പേര് മാറ്റണം. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ഈ സിനിമാക്കാരന് ഒരു എല്ലാവരും കലാകാരൻ എന്ന് പറഞ്ഞ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വലിയൊരു എന്താ പറയേണ്ട ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ കടക്കിൽ കത്തിവെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മളാ പേര് ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചു, ഇപ്പം അവരത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് മാസ്ക് ചെയ്യേണ്ട വേറെ വഴിയില്ല. അവരെല്ലാ ഒരുക്കങ്ങളും തന്നെയും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററുകളിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു തലക്കുറിപ്പ് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. സെൻസർ ബോർഡിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകിയ ചിത്രത്തിന് ഒടുവിൽ വന്നിരിക്കുന്ന തിരിച്ചടി ഇതാണ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പരുത്തിക്കുഴി വനമേഖലയിലെ അനധികൃത പൗൾട്രി ഫാമുകൾക്കെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ആസൂത്രിതമായ നീക്കം. റേഞ്ച് ഓഫീസർ സുധീഷിനെ കൈക്കൂലി വാങ്ങി എന്ന പേരിൽ സസ്പെൻഡ് ചെയ്തത് വ്യാജ പരാതികളുടെയും വ്യാജ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതിനുള്ള തെളിവുകൾ ന്യൂസ് 18 കിട്ടി. നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങുകയായിരുന്നുവെന്ന് ഫോറസ്റ്റ് വാച്ചറും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ പരാതിക്ക് പിന്നിൽ കൺട്രോൾ റൂം റേഞ്ച് ഓഫീസർ രഞ്ജിത്താണെന്നും DFOയ്ക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. തോക്ക് ലൈസൻസിന് അപേക്ഷിച്ച യുവാവിൽ നിന്ന് പരാതി എഴുതി വാങ്ങുകയായിരുന്നു. എന്നാൽ റേഞ്ച് ഓഫീസർ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് ലൈസൻസിന് അപേക്ഷിച്ച സനോജ് ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. സുധീഷ് സാറാണ് എൻ്റെ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചാണ് പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ ഓർഡർ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ അറിയുന്നത് എൻ്റെയും കൂടെ പേര് വെച്ചിട്ടാണ് സസ്പെൻഷൻ, പുള്ളിക്കാരൻ കൈക്കൂലി വാങ്ങി സസ്പെൻഷൻ ആയെന്ന് അറിഞ്ഞത് തന്നെ. പക്ഷേ അങ്ങനെ കൈക്കൂലി ഞാൻ കൊടുത്തിട്ടുമില്ല, പുള്ളിക്കാരന് അങ്ങനെ എൻ്റെ നിന്ന് കൈക്കൂലി ചോദിച്ചിട്ടുമില്ല. ഇതൊക്കെ എല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഒരു ട്രെയിനറായ അനിരുദ്ധ് കൗശിക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് എന്നെ ഈ പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു നിങ്ങളൊരു പരാതി സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു കൈക്കൂലി ചോദിച്ചിട്ടില്ല, ഒരു ദീപു എന്ന് പറഞ്ഞ ഡ്രൈവർ മാത്രമേ വിളിച്ചു. അതും സാധാരണ വെരിഫിക്കേഷന് വരുമ്പോൾ നോർമലി ചോദിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ കൊടുത്തിട്ടുമില്ല, അവർക്കും പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കുഴപ്പമില്ലെന്ന് ഒപ്പിട്ടാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒപ്പിട്ട് കൊടുത്തത്. പിന്നീടാണ് ഈ സസ്പെൻഷൻ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കൊടുത്ത പരാതിയിലാണ് പുള്ളിക്കാരന് എൻ്റെ പരാതിയും കൂടെ ഉള്ളതുകൊണ്ടാണ് സസ്പെൻഷൻ ഓർഡർ ആയെന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ. ഇടുക്കി മൂന്നാർ കുറ്റ്യാർവാലിക്ക് സമീപം കാട്ടാനക്കൂട്ടമിറങ്ങി. രാത്രിയോടെയാണ് കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനകൾ റോഡിലിറങ്ങിയത്. ആന അതുവഴി എത്തിയ വാഹനങ്ങൾ അരമണിക്കൂറോളം തടഞ്ഞിടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോളനി ഭാഗത്ത് വന്ന കാട്ടാനക്കൂട്ടമാണ് രാത്രിയോടെ കുറ്റ്യാർവാലിയിലേക്ക് എത്തിയത്. വന്യമൃഗങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാകുന്നതിന് പരിഹാരം കാണാൻ സർക്കാരിന് ഇപ്പോൾ പരിമിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങൾ കാരണമുള്ള കൃഷിനാശവും നിയന്ത്രിക്കാനാണ് പരിമിതിയുള്ളത്. വലിയ തോതിൽ മലയോര മേഖലയിൽ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. ഇത് മറികടക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ സംവിധാനങ്ങൾ വഴി നെല്ല് സംഭരിക്കാനുള്ള പദ്ധതി ഇപ്പോൾ നടപ്പാക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. നെല്ല് സംഭരണ വിഷയം ഗൗരവമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തിയതാണ്. എന്നാൽ അതിപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സഹകരണ മേഖല വഴി നെല്ല് സംഭരണം നടത്താൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ ചീഫ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും കൃത്യമായ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമായ കാര്യമാണെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. നഷ്ടപരിഹാരം തേടി ഷീല സണ്ണി നൽകിയ ഹർജിയിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഷീല കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപയാണ് ഷീല സണ്ണി ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കിടക്കേണ്ടി വന്നത് അങ്ങേയറ്റം ഗുരുതരമായ പിഴവാണെന്നും ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറിക്കും എക്സൈസ് കമ്മീഷണർക്കും എന്താണ് പറയാനുള്ളതെന്നും ഹൈക്കോടതി ആരാഞ്ഞു. അതേസമയം ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിനും മതിയായ കാരണം വ്യക്തമാക്കാനുള്ള നോട്ടീസും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. വ്യാജ ലഹരി കേസ് ഉണ്ടാക്കുകയും ഷീല സണ്ണിയുടെ ബാഗിൽ ലഹരി ഒളിപ്പിക്കുകയും LSD സ്റ്റാമ്പുകൾ ഒളിപ്പിക്കുകയും ഇത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശിയായ നാരായണദാസ് എന്ന ആളാണ് ചെയ്തതെന്നും മരുമകളുടെ അനിയത്തിയുടെ സുഹൃത്താണ് നാരായണദാസ് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഷീല സണ്ണി 72 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുകയും ഉണ്ടായത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി എക്സൈസ് കമ്മീഷണർക്കും ചീഫ് സെക്രട്ടറിക്കും ഇതിനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. ലഹരി മരുന്ന് കേസുകളിൽ ലഹരി ഒളിപ്പിച്ച് നിരപരാധികളുടെ ബാഗുകളിലും മറ്റു ബിലോങ്സുകളിലും ലഹരി ഒളിപ്പിച്ച് അവരെ കുടുക്കുന്ന തരത്തിലുള്ള കേസുകൾ ലഹരി കൈവശം വയ്ക്കുന്നത് സമാനമായ കേസാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതേസമയം താൻ 72 ദിവസം ജയിലിൽ കിടന്നതിന് കൃത്യമായ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു FC-യെയാണ് നേരിടാൻ പോകുന്നത്. ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് തിരികെ എത്താൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുകയാണ്. പക്ഷേ പ്ലേ ഓഫിലെത്താനുള്ള വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ 9ാമതുള്ള ബംഗളൂരുവിന്. ബംഗളൂരുവിൽ കളിച്ച 9 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചതാണ്. വൈകിട്ട് 6:30 മുതൽ മത്സരം ന്യൂസ് 18-ൽ തത്സമയം കാണും. കയ്യിൽ കാശില്ലാത്തവനും ഫുട്ബോൾ കളിക്കണ്ടേ? കാശില്ലാത്തവന് കാൽപന്ത് കളിക്കാൻ ഒരിടമൊരുക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് എറണാകുളം തുതിയൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. ആ റിപ്പോർട്ട് കാണാം. കാക്കനാട് തുതിയൂരിലെ സെൽറ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായിരുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. പാടത്തും മൈതാനങ്ങളിലും കളിച്ചു വളർന്നവർ. കൂറ്റൻ കെട്ടിടങ്ങൾ ആ സ്ഥലങ്ങൾ കവർന്നെടുത്തതോടെ കാൽപന്ത് കളിക്ക് ഇടമില്ലാതെയായി. ടർഫുകൾ വാടകയ്ക്കെടുക്കാൻ വലിയ തുക മുടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പണമില്ലാത്തവർ പതിയെ കാണികളുടെ നിരയിലേക്ക് ഒതുങ്ങി. ഇതോടെയാണ് നാട്ടിലെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ ടർഫ് എന്ന ആശയം രൂപപ്പെട്ടത്. അതിനുള്ള സ്ഥലം ക്ലബ് അംഗം സോജൻ വിട്ടുകൊടുത്തതോടെ നാച്ചുറൽ ടർഫ് എന്ന പേരിൽ ആശയം നടപ്പിലായി. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ വിപിൻ മോഹനും നിഹാൽ സുധീഷും പന്തുരുട്ടിയതോടെ ടർഫ് പന്തുകളി പ്രേമികൾക്കായി തുറന്നുകൊടുത്തു. ടർഫ് പകൽ നേരങ്ങളിൽ സൗജന്യമാണ്. രാത്രികാലങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ ചെറിയ വാടക ഈടാക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കൂടെ കളിച്ചു വളർന്ന നമ്മുടെ കൂട്ടുകാരൻ സോജൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി സൗദിയിലാണ്. പുള്ളി ഈ സ്ഥലം മേടിച്ചു. അപ്പോൾ സ്ഥലം മേടിച്ചപ്പോൾ പുള്ളിക്ക് തന്നെ തോന്നിയ കാര്യമാണ് ഇതിങ്ങനെ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ കളിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്നുള്ളത്. ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രാമീണ വായനശാലയും വിശ്രമസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വായനശാല സജീവമാണ്. ഇതേപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാവരും സഹകരണത്തോടെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെയും ഫണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ സംഭാവനകളൊക്കെ സ്വരൂപിച്ചിട്ട് ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നത്. കാരണം ഓഫീസ് കാണുമ്പോൾ അറിയാമല്ലോ, അതെല്ലാവരും ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാം. അത്യാവശ്യം ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. അതിപ്പോഴും ഇപ്പോൾ ഒരു 45 ഞങ്ങൾക്കൊക്കെ ഒരു 45 വയസ്സോളായി. ഇപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ച 12 ലക്ഷത്തിലധികം രൂപയാണ് ടർഫിനായി ചെലവഴിച്ചത്. ഇനി ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുകയാണ് ഈ ചെറുപ്പക്കാരുടെ അടുത്ത ലക്ഷ്യം. അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. അത് ഉറപ്പായിട്ടും ഞങ്ങൾ ആ അക്കാദമി തുടങ്ങും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ഇത്രയും ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അക്കാദമി തുടങ്ങിയിരിക്കും.
1984 ക്ലബ്ബ് രൂപീകരിച്ചത്. 65 പേരുള്ള ഈ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും കാമുകനും കാമുകന്റെ അച്ഛനും എതിരെ കൊലക്കുറ്റം ചുമത്തും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അമ്മ ശ്രീപ്രിയ, കാമുകനായ ജയസൂര്യ, ജയസൂര്യയുടെ അച്ഛൻ കുമാർ, അമ്മ ഉഷയും കേസിലെ പ്രതികളാണ്. 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയും കാമുകനും കാമുകന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ കൊലക്കുറ്റമാണ് പോലീസ് ചുമത്തുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. പക്ഷേ ഇത് ഒരുപാട് ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ അഴുകിയ നിലയിലായതുകൊണ്ട് മരണകാരണം കണ്ടെത്തുവാൻ ഈ ഒരു പരിശോധന കൊണ്ട് സാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല കുട്ടിയുടെ ഈ മരിച്ച കുട്ടി അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ശ്രീപ്രിയയുടെ കുട്ടിയുടെ തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ DNA പരിശോധനയും നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കും. പോലീസ് പറയുന്നത് ഡിസംബർ 10-നും ജനുവരി 10-നും ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു തവണയല്ല പലതവണ ഉണ്ടായ ക്രൂരമർദ്ദനങ്ങൾ കാരണമാണ് കുട്ടി കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തലുള്ളത്. കാരണം പോണ്ടിച്ചേരിയിൽ നിന്നും ഇവിടേക്ക് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയെത്തിയ ശ്രീപ്രിയയ്ക്ക് കുഞ്ഞ് ഒരു ഭാരമായി തോന്നിയിരുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാമുകൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു, നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ഒരിക്കൽ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊല്ലാൻ നോക്കി. പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്ന് കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് അധികൃതരോട് പറയാതെ ഇവർ ഡിസ്ചാർജ് ചെയ്ത് വരികയും ചെയ്തു. തുടർന്നും കുട്ടിക്ക് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. തല ചുമരിൽ പിടിച്ച് ഇടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ശ്രീപ്രിയ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മർദ്ദനങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് കുഞ്ഞ് അതിക്രൂരമായ ഈ മർദ്ദനങ്ങൾക്കൊടുവിലാണ് കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ട ഈ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം ശ്രീപ്രിയ തന്നെയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചത്. സേലത്ത് കൊണ്ടുപോയി കളയാനായിരുന്നു കാമുകൻ്റെ അച്ഛനും അമ്മയും നിർദ്ദേശിച്ചത്. പക്ഷേ രാത്രി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരുമില്ലാത്ത ഇടം നോക്കി പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഓടയിൽ ബാഗ് സഹിതം തള്ളുകയായിരുന്നു എന്നാണ് ശ്രീപ്രിയ നൽകിയ മൊഴി. കഴിഞ്ഞ ദിവസം ശ്രീപ്രിയയുടെ സഹോദരി യാദൃശ്ചികമായി ശ്രീപ്രിയയെ കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. ശ്രീപ്രിയ ഒളിച്ചു നടക്കാൻ നോക്കി, ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ ഈ കുഞ്ഞ് എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ശ്രീപ്രിയയ്ക്ക് കഴിഞ്ഞില്ല. ഇത് ദുരൂഹതയുണ്ടാക്കി. അങ്ങനെയാണ് ഈ വിഷയം നാട്ടുകാരെ അറിയുന്നതും തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുന്നതും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതും. എന്നാലും നാടിനെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് തിരൂരിൽ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് കർശന നടപടി തന്നെ, കർശന ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൊലക്കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും. പോലീസിൻ്റെ മറ്റു നടപടികൾ പുരോഗമിക്കുകയാണ്. തിരൂർ CI MK രമേശ് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5860, പവന് 46,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4875, പവന് 39,000. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.